മദ്യ ബ്രാൻഡിന് പേരിടാൻ മത്സരം നടത്താനുള്ള നീക്കം തടഞ്ഞ് ഹൈക്കോടതി. മത്സരം സ്റ്റേ ചെയ്ത കോടതി മലബാർ ഡിസ്റ്റിലറിയോട് മറുപടി സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചു. 4-ാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയും. മദ്യ ബ്രാൻഡിന് പേരിടാൻ വേണ്ടിയിട്ടൊരു മത്സരം സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് പത്രക്കുറിപ്പൊക്കെ തന്നെ നേരത്തെ ബെപ്കോ ഇറക്കിയിരുന്നു. അതിനെ തുടർന്ന് ഒരു ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നു. ഇത് തെറ്റായ ഒരു നടപടിയാണ്, ഭരണഘടനയോടുള്ള വെല്ലുവിളി ആണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. കൊല്ലത്തെ ഒരു DCC വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള MM സഞ്ജീവ് കുമാറാണ് ഇത്തരമൊരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. എന്തായാലും ബെപ്കോയുടെ ഈ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. താൽക്കാലികമായിട്ടാണ് ഹൈക്കോടതിയുടെ സ്റ്റേ നടപടി. നേരത്തെ ബെപ്കോ ഇതുമായി ബന്ധപ്പെട്ട ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിലടക്കം ഈ ഒരു നടപടി, അതായത് തങ്ങൾ ഈ പേരിടാനായിട്ടുള്ള നടപടിയിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല, നിലവിൽ അത് സംബന്ധിച്ചുള്ള ആലോചനയൊന്നും തന്നെ തീരുമാനത്തിലേക്കോ ഒന്നും തന്നെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു നിലപാടാണ് ബെപ്കോ ഇന്ന് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. നേരത്തെ ഉള്ള ഒരു നിലപാടിന് വിരുദ്ധമായിട്ട് മലക്കം മറിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കോ അഭിപ്രായത്തിലേക്കുമാണ് ബെപ്കോ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. സത്യവാങ്മൂലം ഫയൽ ചെയ്തത് അങ്ങനെ തന്നെയാണ്. അതായത് ഒരു പുതിയ ബ്രാൻഡിന് പേരിടാൻ തക്ക രീതിയിലേക്കുള്ള തീരുമാനത്തിലേക്കോ നടപടിയിലേക്കോ പോകുന്നില്ല, അങ്ങനെയൊന്നും തന്നെ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ബെപ്കോയുടെ വിശദീകരണം. എന്തായാലും താൽക്കാലികമായിട്ട് ഹൈക്കോടതി ഈ മദ്യത്തിന് പേരിടാൻ വേണ്ടിയിട്ട് മത്സരം സംഘടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള നടപടി സ്വീകരിച്ച ബെപ്കോയുടെ തീരുമാനം അത് ഹൈക്കോടതി താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.